നമസ്കാരം. ലോകത്തെ ഞെട്ടിച്ച് ഇന്ത്യൻ നാവികസേനയുടെ INS ശിവാലിക് തല ഉയർത്തി നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാവികാഭ്യാസമായ റിം ഓഫ് ദി പസഫിക്കിന്റെ അതായത് റിംപാക് അതിന്റെ 29ാമത് എഡിഷൻ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ ദക്ഷിണ ചൈന കടലിലും വടക്കൻ പസഫിക് സമുദ്രത്തിലും വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് INS ശിവാലിക് ഹവായിലെ പേൾ ഹാർബറിലെത്തിയത് ലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഉഭയകക്ഷി അഭ്യാസമായ GMEX 2024 പൂർത്തിയാക്കിയതിനു ശേഷമാണ് INS ശിവാലിക് പേൾ ഹാർബറിലേക്ക് എത്തിയത്. ജൂൺ 27 മുതൽ ജൂലൈ 7 വരെയുള്ള അഭ്യാസത്തിന്റെ തുറമുഖ ഘട്ടത്തിൽ ഒന്നിലധികം സിംബോസിയങ്ങൾ, ആസൂത്രണ ചർച്ചകൾ എന്നിവയിൽ പങ്കെടുക്കും. റിംപാക് 2024 കടൽ ഘട്ടം 3 ഉപഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആദ്യ 2 ഉപഘട്ടങ്ങളിൽ കപ്പലുകളും അടിസ്ഥാനപരവും നൂതനവുമായ ഏകീകരണ വ്യായാമങ്ങൾ ഏറ്റെടുക്കുന്നതിന് സാക്ഷ്യം വഹിക്കും. തിയേറ്റർ തലത്തിലുള്ള വലിയ തന്ത്രപരമായ അഭ്യാസത്തോടെ പരിപാടി സമാപിക്കും. എയർക്രാഫ്റ്റ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ്, അന്തർവാഹിനികൾ, സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ കൂടാതെ ബഹുരാഷ്ട്ര നാവികസേനകളുടെ പ്രത്യേക സേനകളുമായുള്ള സംയുക്ത പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി സേനയുടെ ലാൻഡിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് അഭ്യാസം സാക്ഷ്യം വഹിക്കും. റിംപാക് 2024 6 ആഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന തീവ്രമായ പ്രവർത്തനങ്ങളും പരിശീലനവും സൗഹൃദ വിദേശ രാജ്യങ്ങളിലെ നാവികസേനകൾക്കിടയിൽ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വിശ്വാസം വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നു. US നേവിയുടെ നേതൃത്വത്തിൽ ഏകദേശം 29 രാജ്യങ്ങൾ മൾട്ടി ഡയമെൻഷണൽ അഭ്യാസത്തിന്റെ നിലവിലെ പതിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവിക അഭ്യാസമായ റിംപാക് 2024 കടൽപാതകളുടെ സുരക്ഷയും ലോക സമുദ്രങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ നിർണായകമായ പങ്കാളികൾക്കിടയിൽ സഹകരണ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതോടൊപ്പം സവിശേഷമായ ഒരു പരിശീലന അവസരവും നൽകുന്നുണ്ട്. ഇന്ത്യൻ തീരത്ത് നിന്ന് 9000 നോട്ടിക്കൽ മൈൽ അകലെയുള്ള റിംപാക് 24ൽ INS ശിവാലിക്കിന്റെ പങ്കാളിത്തം ലോകത്തിലെ ഏതു ഭാഗത്തും പ്രവർത്തിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ കഴിവിന്റെ തെളിവാണ്. INS ശിവാലിക് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 6000 ടൺ ഗൈഡഡ് മിസൈൽ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ്. 80% തദ്ദേശീയമായി ഉള്ളടക്കമുള്ള പ്രൊജക്ട് 17 കീഴിലുള്ള ശിവാലിക് സീരീസിലെ ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ് INS ശിവാലിക്. സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾക്ക് സാധാരണ റഡാറുകളും നിരീക്ഷണ ഉപകരണങ്ങളും കണ്ടെത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. INS ശിവാലിക് മിസൈലുകൾ, ഹെലികോപ്റ്റർ സപ്പോർട്ട്, മൗണ്ടഡ് ഗൺ, അതേപോലെ ഒരു കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയിൽ സജ്ജമാണ്. അത് ഒന്നിലധികം ഭീഷണികളെ നേരിടാനുള്ള കഴിവ് നൽകുന്നു. ഇന്ത്യയെ കൂടാതെ US, റഷ്യ, UK, ഫ്രാൻസ്, സ്വീഡൻ, ജപ്പാൻ, ഇറ്റലി, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്രയും വലിപ്പത്തിലും നിലവാരത്തിലുമുള്ള സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുള്ളത്. അപ്പോൾ എന്താണ് ഈ ശിവാലിക് ക്ലാസ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യൻ നാവികസേനയുടെ സേവനത്തിലുള്ള മൾട്ടി റോൾ ഫ്രിഗേറ്റുകളുടെ ഒരു ക്ലാസ് ആണ് ശിവാലിക് ക്ലാസ് അല്ലെങ്കിൽ പ്രൊജക്ട് 17 ക്ലാസ്. INS ശിവാലിക്, INS സഹ്യാദ്രി, INS സത്പുര എന്നീ ശിവാലിക് ക്ലാസ് സീരീസിന് കീഴിലുള്ള സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകളാണ്. അപ്പോൾ ഈ റിംപാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, US നേതൃത്വം നൽകുന്ന ഏറ്റവും വലിയ ദ്വിവത്സര ബഹുരാഷ്ട്ര നാവിക അഭ്യാസങ്ങളിൽ ഒന്നാണിത്. US, ഓസ്ട്രേലിയ, കാനഡ എന്നിവയുടെ വാർഷിക പരിശീലനമായിട്ടാണ് 1971 റിംപാക് ആരംഭിച്ചത്. എന്നാൽ 74 മുതൽ കടൽ അഭ്യാസം ഒരു ദ്വിവത്സര പരിപാടിയായി മാറി. സൗഹൃദപരമായ വിദേശ രാജ്യങ്ങളിലെ നാവികസേനകൾക്കിടയിൽ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വിശ്വാസം വളർത്തുന്നതിനുമാണ് ഇത് ലക്ഷ്യമിടുന്നത്. 2014 തദ്ദേശീയമായി നിർമ്മിച്ച ശിവാലിക് ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് INS സഹ്യാദ്രി അഭ്യാസത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഇന്ത്യ ആദ്യമായി റിംപാക്കിൽ പങ്കെടുത്തത്. ഇവന്റിന്റെ 2018 പതിപ്പിൽ INS സഹ്യാദ്രി വീണ്ടും രാജ്യത്തെ പ്രതിനിധീകരിച്ചിരുന്നു. എന്തായാലും ഇന്ത്യയുടെ യശസ് വാനോളം ഉയരട്ടെ. ഇന്ത്യൻ നാവികസേനയുടെ കഴിവ് ലോകമൊന്നാകെ ഒരിക്കൽ കൂടി അറിയട്ടെ.